Recording start. Okay. എല്ലാവർക്കും കാണുന്നുണ്ടല്ലോ സ്ക്രീൻ? ഹലോ. അപ്പൊ അതാണ് പോയിന്റ് ലോഡ് ആക്ട്. അപ്പൊ ബിസിനസ് കണ്ടുപിടിച്ചത് കുറച്ച് അസംഷൻസ് വെച്ചിട്ട് പുള്ളി പോയിന്റ് ലോഡിന്റെ ഇൻഫ്ലുവൻസ് എന്താന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ ബേസ്ഡ് ഓൺ പോയിന്റ് ലോഡ് ഹി ഡെവലപ്ഡ് സം അതർ ഷേപ്സ് ഓൾസോ. വാട്ട് ഈസ് ദ സ്ട്രെസ് ഫോർ സ്ട്രിപ്പ് ഫുട്ടിംഗ്, ലൈക്ക് റെക്ടാംഗുലർ ഫുട്ടിംഗ് and square circular footing, etc. So now this is a case of a strip footing, vertical stress under a strip load. So this is strip load of width B. ഇപ്പൊ സ്ട്രിപ്പ് ലോഡ് നിങ്ങൾക്ക് അറിയാം കുറെ ലെങ്തിലുള്ള ലോഡ് ആയിരിക്കും. സ്ട്രിപ്പ് ഫൗണ്ടേഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാം, കണ്ടിട്ടുണ്ടാവും. ഈ വീടിന് തറയൊക്കെ കിട്ടുന്ന കൈൻഡ് ഓഫ് സ്ട്രിപ്പ് ഫൗണ്ടേഷൻ ആണ്. അപ്പൊ അതിന്റെ ലെങ്ത് എന്നൊക്കെ പറയുമ്പോൾ 10-15 മീറ്റർ ഒക്കെ ഉണ്ടാവും വലിയ വലിയ സ്ട്രക്ചേഴ്സിനൊക്കെ. അപ്പൊ സ്ട്രിപ്പ് ഫൗണ്ടേഷൻ നമ്മൾ എപ്പോഴും അതിന്റെ വിഡ്ത്ത് ആണ് കൺസിഡർ ചെയ്യുന്നത്, ലെങ്ത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. So this is the width of the strip footing. B is the width of the strip footing. അപ്പൊ Z ഡെപ്തിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് തന്നിട്ടുണ്ട്. സ്ട്രിപ്പ് ഫുട്ടിങ്ങിന് മാറിയിട്ടും അല്ലെങ്കിൽ സ്ട്രിപ്പ് ഫുട്ടിങ്ങിന്റെ സെന്ററിലും ഉള്ള കേസസ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ സ്ട്രിപ്പ് ഫുട്ടിങ്ങിന് മാറിയിട്ട് എന്ന് പറയുമ്പോൾ ഈ ബീറ്റ ആംഗിൾ യു ക്യാൻ സീ ഹിയർ യു ഹാവ് ആൻ ആംഗിൾ ബീറ്റ. ആൻഡ് ഇഫ് യു മൂവ് ടു ദ സെന്റർ ഓർ ഡയറക്ട്ലി ബിലോ ദ സ്ട്രിപ്പ് ഫുട്ടിംഗ് ദിസ് ബീറ്റ വിൽ ബിക്കം 0. സോ ഈ രണ്ട് കേസുകൾക്കാണ് നമ്മൾ വെർട്ടിക്കൽ സ്ട്രെസ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. So first case is sigma z is equal to q by pi into alpha plus sin alpha cos 2 beta. Okay. Second case is sigma z is equal to q by pi into alpha plus sin alpha. So these are the two cases for finding the stress under a strip footing. Usually ചോദിക്കുന്ന questions ആണ് strip footing ന്റെ immediately below അല്ലെങ്കിൽ exactly സെന്ററിലുള്ള vertical stress കണ്ടുപിടിക്കാൻ പറയും. അങ്ങനത്തെ കേസിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ഇതാണ്, സിഗ്മ സെഡ് ഈസ് ഈക്വൽ ടു q by pi into alpha plus sin alpha. So you have alpha will be given, and also q is the intensity of loading which is already given, and that's all. There is no influence for width. B has no influence if q is given, small q is given. So next is another case where you find the vertical stress under a circular area. Circular area usually ചോദിക്കുന്നത് at the center of the circular area what is the pressure or vertical stress at the center, below the center of the circular area. So this is the point O where you need to find the stress, and the equation is sigma z is equal to small q into 1 minus ഈ ഇക്വേഷനും പോയിന്റ് ലോഡിന്റെ ഇക്വേഷനും നമ്മൾ കൺഫ്യൂഷൻ ആവരുത്, അത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. So here it is 3 by 2. 1 minus 1 by 1 plus r by z whole square raised to 3 by 2. And here this r is the radius of the circle. Initial case point load case നമ്മൾ പറഞ്ഞു r is the lateral distance from the point load. And here r is the radius. So ഒരു സർക്കിൾ തന്നിട്ട് അതിന്റെ റേഡിയസ് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ സെന്ററിലുള്ള സ്ട്രെസ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന r എന്ന് പറയുന്ന വാല്യൂ ക്യാപിറ്റൽ R അതിന്റെ റേഡിയസ് ആയിരിക്കും. And small z is as usual, it's always the depth at which you need to find the vertical stress. Next case is how will you find the stress below a rectangular area? So this idea was developed by Newmark. How will you find the influence of a rectangular loaded area? അപ്പൊ ഈ താഴെ കാണുന്ന ഫോർമുല വലിയൊരു ലെങ്തി ഇക്വേഷൻ ആണ്. ഇത് എക്സാമിന് സാധാരണ ഈ ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. യൂഷ്വലി ഈ വാല്യൂ തരാറുണ്ട്, ഐ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ പറയാം. സോ ഹൗ വിൽ യു ഫൈൻഡ് ദ വെർട്ടിക്കൽ സ്ട്രെസ് അറ്റ് എ ഡെപ്ത് ബിലോ റെക്ടാംഗുലർ ഏരിയ? അപ്പൊ റെക്ടാംഗുലർ ഏരിയയിൽ ന്യൂമാർക്ക് കണ്ടുപിടിച്ച ഒരു മെത്തഡ് എന്ന് പറയുന്നത് യു വിൽ ഫൈൻഡ് ദ വെർട്ടിക്കൽ സ്ട്രെസ് ബിലോ ദ കോർണർ ഓഫ് ദ റെക്ടാംഗുലർ. So you are given a rectangular area. Here you can see the width is B and the length of the rectangle is L. നിങ്ങൾക്ക് Z ഡെപ്തിൽ ഒരു പോയിന്റിലുള്ള വെർട്ടിക്കൽ സ്ട്രെസ് കണ്ടുപിടിക്കണം. ഡെൽറ്റ സിഗ്മ V is the vertical stress. How will you find the vertical stress? So directly it is stress. It is the load intensity small q into the influence factor, which is
obtained from Newmark's calculation. That's our equation, I equal to 1 by 4 pi, and in that you can see there are two constants m and n. How will you find m and n? M equal to L by Z, where L is the length of the rectangular footing or rectangular area, and small z is the depth where which we need to find the vertical stress. Small n is the width of the rectangular area, and small z again it is the depth. So m equal to L by Z, n equal to B by Z. M n കണ്ടുപിടിക്കുക. You substitute that value in this huge equation, then you get the influence factor for that particular case. Okay. അപ്പോൾ യൂഷ്വലി യൂണിവേഴ്സിറ്റിക്ക് ഇത്രയും വലിയ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യുന്ന ഡിഫിക്കൽട്ടാണ്. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസിൽ ഇതിന്റെ ഈ വാല്യൂ തന്നിട്ടുണ്ട്, ഐ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ യു നീഡ് ഓൺലി ടു ഫൈൻഡ് ദ എം ആൻഡ് എൻ, ദെൻ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദിസ് ഇക്വേഷൻ. ഓക്കെ. അപ്പോൾ ഈ റെക്ടാങ്കുലർ ഏരിയയിൽ ഇതിന്റെ ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർണറിലാണ് നമ്മൾ ലോഡ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഒരു വലിയൊരു റെക്ടാങ്കിൾ തന്നിട്ട് അതിന്റെ സെന്ററിൽ ലോഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ റെക്ടാങ്കിളിലെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഓരോ റെക്ടാങ്കിളിലെയും ഇൻഫ്ലുവൻസ് കണ്ടുപിടിക്കുക. എന്നിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ പെർട്ടിക്കുലർ റെക്ടാങ്കിളിന്റെ സെന്ററിലുള്ള സ്ട്രെസ് കിട്ടും. അപ്പൊ ഇങ്ങനെ കുറെ കേസസ് ഉണ്ട്. ഈ കേസസ് ഞാൻ പ്രോബ്ലത്തിലൂടെ ഡിസ്കസ് ചെയ്യാം, ഓരോ കേസ് എങ്ങനെയാണെന്നുള്ളത്. നെക്സ്റ്റ് ഇസ് ദ അപ്രോക്സിമേറ്റ് മെത്തഡ്. സോ ദർ ആർ 2 ways to find the approximate stress. One is the equivalent point load method, and another is the 2:1 load method. So how will you find the stress in equivalent point load method? അപ്പോൾ equivalent point load method എങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു ഏരിയ തന്നിട്ടുണ്ട് ഇവിടെ. You have an area like, say the width is 3a and the length is 4a. അപ്പോൾ ഈ ഒരു ലോഡഡ് ഏരിയയിൽ there is a pressure intensity of Q, and what you do is you divide this huge rectangle into small rectangles and convert that stress intensity into capital Q for a particular rectangle. അത് ഇപ്പോൾ ഇത് 1 by 1 ആണെന്ന് വിചാരിക്കാം. നിങ്ങളുടെ ടോട്ടൽ സ്ട്രെസ് ഇന്റൻസിറ്റി സേ 50 kP ആണെന്ന് വിചാരിക്കാം മൊത്തം റെക്ടാങ്കിളിൽ. അങ്ങനെയാണെങ്കിൽ ഓരോ per area, 50 is for entire area. So this is 3 and this is 4. So 50 divided by 3 into 12. That will be the area for each area per meter square. So ഓരോ ഇതും 1 meter square ആണെങ്കിൽ 1 into that area will give you the capital Q acting at the center. അപ്പോൾ 48 എടുക്കുക ഈസി ആയിട്ട്. അപ്പോൾ ഇത് 3 ആണെന്ന് വിചാരിക്കുക, വിഡ്ത്ത് 3, ഇത് 4 ആണ്. ആക്ട് ചെയ്യുന്ന ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ 48 kP ആണെങ്കിൽ 48 divided by 12. So it will be 4. 4 kPa ആണ് ഒരു മീറ്റർ സ്ക്വയറിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചെറിയ ബ്ലോക്കിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എത്രയായിരിക്കും? 4 into 1, അതും 4 ആയിരിക്കും അല്ലെ. ഓരോ ബ്ലോക്കിലും അപ്ലൈ ചെയ്യുന്ന പ്രഷർ 4 kP ആയിരിക്കും, കാരണം എല്ലാം 1 മീറ്റർ എടുത്തുണ്ട്. സോ ഇതിന്റെ സെന്ററിലാണ് ആക്ട് ചെയ്യുന്നത് അസ്യൂം ചെയ്യും ആ 4 kPa പ്രഷർ or 4 kilonewton ലോഡ്. ഹിയർ ഇറ്റ് ഈസ് converted in terms of load. അപ്പോൾ 4 kPa എന്ന് പറയുന്നത് 4 into ഏരിയ ചെയ്യുമ്പോൾ 4 kilonewton ആവും. സോ ഇവിടെ ഓരോ ബ്ലോക്കിലും സെന്ററിൽ ആക്ട് ചെയ്യുന്ന ലോഡ് 4 kilonewton ആവും. And you substitute the value of 4 here. You have the depth where you have to find, and you also find the എവിടെയാണോ r കണ്ടുപിടിക്കേണ്ടത് ഈ പെർട്ടിക്കുലർ പോയിന്റ് ആ പെർട്ടിക്കുലർ r എത്ര ഡിസ്റ്റൻസിലാന്ന് നോക്കുക. ചിലപ്പോൾ ഈ റെക്ടാങ്കിളിൽ ഇവിടെ ആയിരിക്കും, ചിലപ്പോൾ ആ റെക്ടാങ്കിളിൽ ഈ കോർണറിലായിരിക്കും, ചിലപ്പോൾ നടുക്കായിരിക്കും. അപ്പൊ അതിൽ നിന്ന് അതിന്റെ ഡിസ്റ്റൻസ് എത്ര നിങ്ങൾ ഓരോ ബ്ലോക്കിനും r എത്ര ദൂരമാണ് നിങ്ങൾ കണ്ടുപിടിക്കണം, റേഡിയൽ ഡിസ്റ്റൻസ്. Then you find the sigma z I, that means for each block, and finally you sum up all the sigma z to find the total stress. So this is the equivalent point load method. Next is another method called the 2:1 load distribution method. So this is widely used in field if you need to find the stress at a depth below a loaded area. This is very easy method to find the stress. അപ്പോൾ ഇവിടെ ബി എന്ന് പറഞ്ഞ വിട്ടുള്ളൊരു ഫുട്ടിംഗ് ഉണ്ട് എന്ന് വിചാരിക്കുക, ഒരു സ്ക്വയർ ഫുട്ടിംഗ് എന്ന് വിചാരിക്കുക, ഒരു സ്ട്രിപ്പ് ഫുട്ടിംഗ് എന്ന് വിചാരിക്കുക. സോ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ദിസ് ലോഡ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് അറ്റ് എ ഡെപ്ത് ഓഫ് 2:1. ദാറ്റ് മീൻസ് ഇഫ് ബി ഈസ് ദ വിഡ്ത്ത് ദെൻ ദിസ് വിൽ ബി 2b. അപ്പൊ 2b ഡെപ്തിൽ അപ്ലൈ ചെയ്യുന്ന
stress, that is sigma z, will be spread at an area of b plus z, or if it is a strip footing, then length is 1. Length is taken as unity. അപ്പോൾ ബി എന്ന് പറഞ്ഞ വിഡ്ത്തിൽ ലോഡ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ, ക്യൂ എന്ന് പറഞ്ഞ ഇന്റൻസിറ്റി ലോഡ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ, at a depth of 2 times b, the stress will be spread at an area of b plus z. So that is the assumption taken in this 2-to-1 load distribution method, and to some extent this is very accurate. Even if it is approximate, we can use these kinds of approximations in field. So there are various cases. If you are taking a rectangular foundation, how will you find the stress below that foundation for a particular depth? So here is the equation. Delta sigma z is equal to q into bl. B into L is the area of that rectangle divided by B plus Z into L plus Z. So it is very easy. If Z is the depth, then based on this 2-to-1 method, you can find the stress using this equation for a rectangular footing. And if it is a strip footing, this is the case. Delta sigma Z is equal to Q into B by B plus Z. This is already shown here. B by B plus Z, because in a strip footing, length is taken as unity. So B into L എന്ന് പറയുന്നത് 1 ആവും. ഇവിടെ L length illa. You don't consider length. So it is like B by B plus Z in the case of strip footing. Similarly for square footing, it is B square by B plus Z the whole square. So this is a very easy method, and to some extent this method can be used, but usually used in the field for wide calculations or for accurate calculations. We need not go with this. So this is the approximations. 2 methods are there, and next is limitations of Boussinesq solution. So what are the limitations? So first, in the last video lecture, I told you that Boussinesq equation is based on the elastic theory. That means he assumed that the soil is purely elastic, but soil cannot be elastic. Soil will not behave in an elastic manner. It can be elastoplastic. It can go to even the plastic stage based on the application of loading and based on the time. Also, solution can be justified for increase in stress, but there are cases where the stress is remaining constant or it is decreasing with increase in strain. That means nonlinear analysis cannot be done with the Boussinesq solution. Only linear analysis can be conducted using the Boussinesq equation. Also in deep sand deposit, വളരെ ഡീപ്പ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ്സിൽ പല മൾട്ടിലെയർ സോയിൽസ് ഒക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ, ഇപ്പൊ വളരെ ഡെപ്തിലുള്ള ഒരു പോയിന്റിൽ സ്ട്രെസ് കണ്ടുപിടിക്കണമെങ്കിൽ അവിടുത്തെ മോഡുലസ്, ആ സോയിലിന്റെ മോഡുലസ് വാല്യൂ ഇൻക്രീസ് ചെയ്യും ഡ്യൂ ടു ദ ഓവർലൈങ് സോയിൽ. With depth, the modulus value will increase. So you cannot find the stresses for incremental modulus. That means the soil property is changing with depth. The elastic modulus is changing, and you cannot use the Boussinesq equation in that case. Also, embedded footing. If footing is always embedded, it is always footing എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ഫൗണ്ടേഷൻസ് എപ്പോഴും സോയിലിന്റെ അകത്തായിരിക്കും. അപ്പൊ ഇപ്പൊ ഇത്രയും കേസസ് നമ്മൾ പറയുന്നത് സോയിലിന്റെ സർഫസിൽ അപ്ലൈ ചെയ്യുന്ന ലോഡ്സ് ആണ്. അപ്പോൾ എംബഡഡ് ആയതുകൊണ്ട് തന്നെ അതിന്റെ എഫക്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ശരിക്കും ആ ഫുട്ടിങ്ങിന്റെ അടിയിൽ എന്ത് സംഭവിക്കുന്നു അതാണ് നമ്മൾ പറയുന്നത്. ആ ഫുട്ടിങ്ങിന്റെ സറൗണ്ടിങ് സോയിൽ കൊണ്ട് എന്ത് എഫക്ട് ആണ് വരുന്നത് അത് നമ്മൾ Boussinesq ഇക്വേഷനിൽ കൺസിഡർ ചെയ്യുന്നില്ല. So these are the limitations of Boussinesq solutions. The next is another slightly more accurate way of finding the stress is the Newmark's chart. So how will you find the stress in a foundation? So the specialty of this method is you can find the stress for any shape of loading. Here in this you can see it is an L-shaped foundation. So in an L-shaped foundation also, any shape, whether it is a T shape. So for various shapes of foundations you can use this chart. And you need not study the construction of the chart. There is also equations and how to develop the chart. So that part you need not study. Actually, this chart here, you can see this is a Newmark's chart of concentric circles and radial lines. So this chart is called the Newmark's chart. For a particular influence value, you find the
ചാർട്ട്. അപ്പോൾ ഒരു ഇന്റൻസിറ്റി, അതായത് ഒരു ലോഡ് ക്യൂ ആണെന്ന് അസ്യൂം ചെയ്യുക. ആ ക്യൂവിന്റെ ഇന്റൻസിറ്റി, അതായത് താഴോട്ട് പോകുന്നതോറും ഞാൻ പറഞ്ഞു ലോഡ് ഇന്റൻസിറ്റി കുറയുമെന്ന് പറഞ്ഞു. അപ്പൊ സപ്പോസ് ഇറ്റ് ഇസ് 0.5Q or 0.2Q or 0.005Q. So based on various intensities, you can construct this chart and you will find this, and based on that chart, you will compute the stress. So how will you do that? So this chart is already given to you. This is a scale. They are giving the scale as AB is 3 centimeters. So first of all, you must convert your foundation dimension in terms of this AB, this 3 centimeter. So how will you do that? So first what you do is a plan of the loaded area is drawn on a tracing paper to a scale such that length AB is equal to depth Z of the point P below the surface. അപ്പോൾ നിങ്ങൾക്കൊരു എൽ ഷേപ്ഡ് ഫൗണ്ടേഷൻ തന്നിട്ടുണ്ട്. ഇവിടെ ഒരു പോയിന്റ് പി തന്നിട്ടുണ്ട്. അതിന്റെ അടിയിൽ സെഡ് ഡെപ്തിൽ, ഇപ്പൊ ഡെപ്ത് 2 മീറ്ററോ 3 മീറ്ററോ എന്തെങ്കിലും ആയിരിക്കും, ആ സെഡ് ഡെപ്തിൽ ഉള്ള സ്ട്രെസ് നിങ്ങൾ കണ്ടുപിടിക്കണം. സോ അതിന് ആദ്യം എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡെപ്ത്, അതായത് 3 മീറ്ററിന് ഈ 3 സെന്റിമീറ്ററിലേക്ക് വരത്തക്ക രീതിയിൽ ഈ പെർട്ടിക്കുലർ ഫൗണ്ടേഷനെ സ്കെയിൽ ഡൗൺ ചെയ്യുക. ട്രേസ് പേപ്പറിൽ സ്കെയിൽ ഡൗൺ ചെയ്തിട്ട് ആ പെർട്ടിക്കുലർ ട്രേസ് പേപ്പറിൽ വരച്ച ലോഡഡ് ഏരിയ യു കീപ് ഇറ്റ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ചാർട്ട്. ഈ ന്യൂമാർക്സ് ചാർട്ടിന്റെ മുകളിൽ കൊണ്ടുപോയി വെക്കാം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. Now what will you do? The plane of the loaded area is placed on the Newmark such that the point P at which the pressure is required coincide with the center of the chart. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അറിയാം, ഇവിടെ പോയിന്റ് പി ലുള്ള പ്രഷർ ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ പി വരത്തക്ക രീതിയിൽ ഈ ചാർട്ട്, ഈ പെർട്ടിക്കുലർ ഫുട്ടിങ്ങിനെ ഈ ചാർട്ടിൽ പ്ലേസ് ചെയ്യുക. സോ ദാറ്റ് പി മസ്റ്റ് കം അറൌണ്ട് ഹിയർ, ഈ സെന്ററിൽ വരണം. ആ രീതിയിലാണ് ഈ ചാർട്ടിനെ പ്ലേസ് ചെയ്യാനായിട്ട്. Now it is very easy. Once you keep this foundation on top of this chart, ഈ എത്ര ഈ കോൺസെൻട്രിക് സർക്കിൾസിന്റെയും റേഡിയൽ ലൈൻസിന്റെയും ഏരിയകൾ ഉണ്ടല്ലോ, അത് എത്ര ഉണ്ടെന്ന് യു മസ്റ്റ് കൗണ്ട്. ലൈക്ക് 1, 2, 3. അപ്പൊ 1/4 ഒക്കെ ആണെങ്കിൽ കൗണ്ട് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ ഒരു 3/4, 1/4 ഒറ്റ ഏരിയ ആയിട്ട് നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് എടുക്കാം. അപ്പൊ ഇങ്ങനെ എത്ര ഏരിയാസ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8 like that. You keep on calculating. Then you get the total number of n, small n value, how much areas are there in this particular foundation. Count the number of small area units under the loaded area. Adu kandupidichu. Now you will find the vertical stress. For that, I is given for a particular chart. You always have an influence coefficient. In this chart, it is given as 0.005. That is the influence value for this particular chart. So that you already have. I is 0.005. N is the number of radial areas that must be counted within this red color lines. How much areas are there? You count the number, like 25, 30, something round figure you will get. Then what is the Q? Q is already given. The intensity of loading is given in kPa or kilonewton per meter square. And directly you can find the sigma set. So this is the Newmark's chart. How will you use the Newmark's chart? Find the vertical stress of any loaded area. That is the highlight of this method. You can find the stress intensity for any shape of the loaded area. So vertical stress distribution diagram, already I have explained the isobar. Again, I will explain in this. About vertical stress distribution diagram, three diagrams are. The first one is how the vertical stress you study based on diagrams. First one is the isobar diagram, just to know the influence of a loaded area. This is usually done to find the influence of the loaded area. അതായത് നിങ്ങൾ സോയിൽ സർഫസിൽ ഒരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് ഇൻഫ്ലുവൻസ് എത്ര ഡെപ്ത് വരെയുണ്ട്, എത്ര വിട്ട് വരേണ്ട ഇൻഫ്ലുവൻസ്, ഇല്ലെങ്കിൽ അതിന്റെ പാറ്റേൺ എങ്ങനെയാണ്, ഇതൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുള്ളൂ ഫൗണ്ടേഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഇത് സ്റ്റഡി ചെയ്യുന്നത്. ഫൗണ്ടേഷന്റെ വിട്ട് എത്ര വേണം, ഡെപ്ത് എത്ര വേണം എന്നൊക്കെ അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം യൂസ് ചെയ്യേണ്ടത്. But first one is the isobar diagram. Isobar diagram will clearly give you the influence of a particular footing or area. Then it is another is variation with horizontal plane. Either particular depth, depth constant ആയിട്ട് വെക്കും, എന്നിട്ട് റേഡിയൽ ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ഡയറക്ഷൻസിൽ എങ്ങനെയാണ് സ്ട്രെസ് വേരി ചെയ്യുന്നത് നോക്കുക. നെക്സ്റ്റ് കേസിൽ
lateral distance ഒരു particular constant value select ചെയ്തിട്ട് താഴോട്ട് എങ്ങനെയാണ് ആ സ്ട്രെസ് വേരി ചെയ്യുന്നത് നോക്കുക with depth. So these are the three ways in which you can plot the stress distribution diagram and study it. So what is an isobar? Isobar is a curve joining the points of equal stress intensity. That is contour of stress with the shape of bulb. അപ്പോൾ ഓൾറെഡി ലാസ്റ്റ് ക്ലാസ്സിൽ ഐസോബാർ എന്താണെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഒരു സ്ട്രെസ് ഇന്റൻസിറ്റി ഒരു പോയിന്റിലോട് എടുക്കുവാണെങ്കിൽ ഒരു സോയിലിന്റെ സെന്ററിൽ ഇപ്പൊ ഇവിടെ ഒരു പോയിന്റിലോട് ആക്ട് ചെയ്യുന്നു. ദിസ് ക്യൂ ഈസ് ദ പോയിന്റിലോട് ആക്ടിങ് അറ്റ് ദ സെന്റർ ഹിയർ ആൻഡ് യു ഹാവ് ആൻ ഐസോബാർ ലൈക്ക് ദിസ്. അപ്പൊ ഇതെല്ലാം ഐസോബാർ ആണ്. 1 2 3 4 5 there are 5 isobars. So what is this isobar? ഈ ചെറിയ ഐസോബാർ എന്ന് പറയുന്നത് ഏറ്റവും അകത്തുള്ള ഐസോബാർ ആണ്. That means that is the isobar indicating the maximum stress zone. And slowly with the increase in the size of the bulb, the stress zone is increasing. That means ഈ ഐസോബാറിൽ ഈ ക്യൂവിന്റെ ഇൻഫ്ലുവൻസ് കുറവായിരിക്കും, ഈ ഐസോബാറിൽ ഈ ക്യൂവിന്റെ ഇൻഫ്ലുവൻസ് കൂടുതലായിരിക്കും. അങ്ങനെ ഏറ്റവും സെൻട്രലുള്ള ഐസോബാറിലായിരിക്കും ക്യൂവിന്റെ ഇന്റൻസിറ്റി ഏറ്റവും കൂടുതൽ. അപ്പൊ അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് നമ്മൾ ഈ ഐസോബാർ പ്ലോട്ട് ചെയ്യുന്നത്. സോ വാട്ട് യു ഡു ഈസ്, if you take any point in this line, it will have the same stress intensity. So if this be 0.8q, let it be 0.8q, then ഈ കർവിൽ ഏത് പോയിന്റ് സെലക്ട് ചെയ്താലും അവിടുത്തെ സ്ട്രെസ് 0.8q ആയിരിക്കും. Similarly, let this be a isobar for biggest isobar, let it be for 0.1q. ഈ ഐസോബാറിൽ ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റിൽ സ്ട്രെസ് എന്ന് പറയുന്നത് 0.1q ആയിരിക്കും. അതാണ് isobarന്റെ meaning. That is what is called isobar. And what is called pressure bulb? So already you know what is isobar. Now what is the pressure bulb? അതായത് ആ സ്ട്രെസിന്റെ സോൺ ഈ ബൾബ് ഷേപ്പിലുള്ള ഈ എൻറ്റയർ ബൾബിന്റെ അകത്തുള്ള സോണിനെ മാത്രമായിരിക്കും ആ സ്ട്രെസ് ഇൻഫ്ലുവൻസ് ചെയ്യുക. ഈ ബൾബിന്റെ പുറത്ത് ഈ ലോഡിന് യാതൊരു ഇൻഫ്ലുവൻസും ഇല്ല. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രഷർ ബൾബ് പ്ലോട്ട് ചെയ്യുന്നത്. So if this is a pressure bulb for an intensity Q, this is a pressure bulb for intensity 0.05Q, let it be. Then beyond this bulb, there will be very minimal stress intensity, or the soil has no effect due to this load acting at this point. So that is the significance of pressure bulb. Correspondingly, detailed a problem explain മനസ്സിലാവും. So now let us see how you will plot an isobar. So the isobar of a particular intensity can be obtained by using Bosnian equation. So use the Bosnian equation of point load to plot the isobar. Now isobar plot ചെയ്യാൻ വേണ്ടിയിട്ട് you have this equation sigma z is equal to 3q by 2 pi z square into 1 by 1 plus r by z whole square the whole raised to 5 by 2. And ഇവിടെ ഞാൻ വരയ്ക്കാൻ പോകുന്ന ഐസോബാർ 0.1q ഇന്റൻസിറ്റി ഉള്ളതാണ്. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ഐസോബാറിന്റെ ഇന്റൻസിറ്റി ഐസോബാർ വലുതാവും തോറും അതിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു വരും. അപ്പൊ ഈ അറ്റത്തുള്ള ഏറ്റവും വലിയ ഐസോബാറിന്റെ ഇന്റൻസിറ്റി ആയിരിക്കും സേ 0.1q എന്ന് അസ്യൂം ചെയ്യും ഇപ്പോഴത്തെ കേസിൽ. സോ 0.1q ഇന്റൻസിറ്റി ഉള്ള ഐസോബാർ നമുക്ക് പ്ലോട്ട് ചെയ്യണം. സോ യു ഇക്വേറ്റ് ദിസ് സിഗ്മ സെറ്റ് ഈസ് ഈക്വൽ ടു 0.1 times this q and you take it for unit area, that's why it is 0.1q. ഇനി this 0.1q is equated to this, and finally you get this in terms of sigma z in terms of 4.7746 by z square, or you equate this term 1 plus r by z the whole square equating with this 4.7746 by z square. This is just mathematics. Just you need to find the r in terms of z. That is what you are going to find. With this 0.1q equating to sigma z equation, you will get r in terms of z value. അപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നുള്ളൂ in terms of z r എന്താണെന്നുള്ളത്. ഇനി ഈ 0.1q ഏതൊക്കെ പോയിന്റുകളിലാണ് വരുന്നതെന്നുള്ളത് പ്ലോട്ട് ചെയ്യണം. സോ അതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഈ ഇക്വേഷൻ അറിയാം. ഓരോ വാല്യൂ z സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതിന് ഇക്വലന്റ് ആയിട്ട് r കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നിങ്ങൾ ഓൾറെഡി ഈ പഠിച്ചു. So how will you plot the isobar? That is the next step. But z value ഞാൻ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തു 0.25 0.5 0.75 1 1.52 2.185 എന്ന് പറയുന്ന z വാല്യൂ r0 ആയിരിക്കും. r0 എന്ന് പറയുന്നത് ഈ പോയിന്റ്. ദാറ്റ് മീൻസ് അതാണ്
ഐസോബാറിന്റെ ഡെപ്ത്. സോ ദാറ്റ് ഇസ് ദ ഡെപ്ത്. അപ്പൊ R 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താണോ Z വരുന്നത്, R നെ 0 ആക്കുക, അതിൽ നിന്ന് Z എത്ര വരുന്നു അതായിരിക്കും നിങ്ങളുടെ ഐസോബാറിന്റെ ഡെപ്ത്. അപ്പൊ ഡെപ്ത് ആയെന്ന് തന്നെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. Then for each value of Z based on this equation R equal to Z into 1.86 like that, you get the value of R. So 0.25 എന്ന് പറയുന്ന സ്ഥലത്ത് R 0.543 ആയിരിക്കും. അതായത് Z 0.25ഉം R 0.543 ആയിട്ടുള്ള ഒരു പോയിന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ദിസ് പോയിന്റ്, ഈ പോയിന്റ് സെലക്ട് ചെയ്താൽ അവിടുത്തെ സ്ട്രെസ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 0.1 Q ആയിരിക്കും. സിമിലർലി Z 0.5ഉം R 0.75ഉം ആയിട്ടുള്ള ഒരു പോയിന്റ്, that is this point. Z value is 0.5, R value is 0.75. Then the stress intensity at that point will be 0.1 Q. So that is how you plot the isobar. This is the isobar for 0.1 Q. And another interesting thing is, this is a point load. You are plotting the isobar for point load, or if the area is symmetric, if the loaded area is symmetric, then definitely the isobar will be symmetric. XY direction. Then the നെഗറ്റീവ് ആക്സിസിലും പോസിറ്റീവ് ആക്സിസിലും ഒരേ പ്ലോട്ട് ആയിരിക്കും വരുന്നത്. സോ ഒരു സൈഡ് പ്ലോട്ട് ചെയ്താൽ അത് തന്നെ ആയിരിക്കും ഇപ്പുറത്തും വരുന്നത്. സോ ഹിയർ യു ക്യാൻ സീ ഇറ്റ് ഇസ് സിമെട്രിക്. ഇൻ ദ നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ ആൻഡ് ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ദ വാല്യൂസ് ആർ സെയിം. സോ ദ ഐസോബാർ ഇസ് ഓൾവേസ് സിമെട്രിക് if the loaded area selected is symmetric. So now you can see various isobars for a circular footing. What is the isobar? You can see here in the figure. So here it is plotted in terms of Z by R0 and R by R0. So Z is the depth and smaller is the radial influence, where R0 is the radius of the circle. So ഇവിടെ ഡെപ്ത് ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് ഈ സർക്കിൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ. ഫോർ this is the intensity of 0.05 Q. അതായത് Z by R0 ഒരു 5.5 ഒക്കെ ആവുമ്പോൾ ഇറ്റ്സ് ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി 5.5. Z by R0 5.5 ഒക്കെ ആകുമ്പോൾ ഓൾമോസ്റ്റ് ഇന്റൻസിറ്റി 0.05 ടൈംസ് Q ആണ്. അതായത് ഇന്റൻസിറ്റി നെഗ്ലിജിബിൾ ആയി തുടങ്ങി. ഓർ യു ക്യാൻ സേ ദാറ്റ് precisely 5 times when the depth is more than 5 times the radius of the circle, the influence is negligible. അപ്പൊ റേഡിയസ് ഇപ്പൊ സർക്കുലർ ഫുട്ടിങ്ങിന്റെ റേഡിയസ് 1 മീറ്റർ ആണെന്ന് വിചാരിക്കുക. അത് 5 മീറ്റർ കഴിയുമ്പോൾ ആ പർട്ടിക്കുലർ ഫുട്ടിങ്ങിന്റെ ഇൻഫ്ലുവൻസ് ഓൾമോസ്റ്റ് നെഗ്ലിജിബിൾ ആയിരിക്കും. 5 മീറ്ററിലേക്ക് ആ ലോഡ് പിന്നെ പോകില്ല എന്ന് നമുക്ക് ക്ലിയർ കട്ട് ആയിട്ട് പറയാൻ പറ്റും. 5 മീറ്ററിന്റെ അകത്താണ് അതിന്റെ ഇൻഫ്ലുവൻസ് വരുന്നതെന്ന് പറയാൻ പറ്റും. അപ്പൊ ഇതൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്ന, പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്ന എവിടെയൊക്കെയാന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളൊരു സോഫ്റ്റ്വെയറിൽ ഒരു ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യണം. അപ്പൊ നിങ്ങൾ ബൗണ്ടറി കണ്ടീഷൻസ് ഒക്കെ കൊടുക്കും. നമ്മളൊരു സോഫ്റ്റ്വെയറിൽ ഒരു സോയിൽ മീഡിയം നമ്മൾ ഉണ്ടാക്കണം. നമുക്കൊരു ഇൻഫിനിറ്റ് മീഡിയം ഒരു സോഫ്റ്റ്വെയറിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളൊരു സെമി ഇൻഫിനിറ്റ് അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു പെർട്ടിക്കുലർ ഡയമെൻഷനിൽ ഒരു മീഡിയം ഉണ്ടാക്കും. അപ്പൊ ഈ ഫുട്ടിങ് ഇപ്പൊ 1 മീറ്ററിന്റെ റേഡിയസ് ഉള്ള ഫുട്ടിംഗ് ആണെന്ന് വിചാരിക്കുക, ഒരു സർക്കുലർ ഫുട്ടിംഗ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ 1 മീറ്ററിന്റെ ഇൻഫ്ലുവൻസ് എത്രയാണ് നെഗ്ലിജിബിൾ ആവുന്ന? 5 ടൈംസ് ആവുമ്പോഴാണ് നെഗ്ലിജിബിൾ ആവുന്നത്. അപ്പൊ 5 മീറ്റർ ആയിരിക്കും അതിന്റെ ഡെപ്ത്. സിമിലർലി റേഡിയൽ ഡിസ്റ്റൻസ് നോക്കുക, R by R0 ഓൾമോസ്റ്റ് 3 ടൈംസ് ദ റേഡിയസ് വരുമ്പോഴാണ് അതിന്റെ ഇൻഫ്ലുവൻസ് 0 ആവുന്നത്. അപ്പൊ നിങ്ങൾ മോഡലൊക്കെ ചെയ്യുമ്പോൾ, നമ്മൾ സോഫ്റ്റ്വെയറിൽ ഈ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ, ദ ബൗണ്ടറി കണ്ടീഷൻ ഓഫ് സോയിൽ ഇസ് ടേക്കൺ ബേസ്ഡ് ഓൺ ദിസ് പ്രഷർ ബൾബ്. അപ്പൊ ഈ 1 മീറ്റർ റേഡിയസ് ഉള്ള ഒരു ഫുട്ടിംഗ് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ബൗണ്ടറി കണ്ടീഷൻ എത്രയായിരിക്കും? ഡെപ്ത് എന്ന് പറയുന്നത് 5 മീറ്റർ കൂടുതൽ ഡെപ്ത് എടുക്കുക, വിഡ്ത്ത് എന്ന് പറയുമ്പോൾ 3 മീറ്റർ കൂടുതൽ എടുക്കുക. അല്ലാതെ നിങ്ങളിപ്പോ സപ്പോസ് നിങ്ങൾ 1 മീറ്റർ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യാനായിട്ട് ആ സോഫ്റ്റ്വെയറിൽ നിങ്ങളൊരു 2 മീറ്റർ വിഡ്ത്തും 3 മീറ്റർ ഡെപ്തും എടുത്തെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ഈ ഐസോബാർ ഇറ്റ് വിൽ ഗോ ഔട്ട്സൈഡ് യുവർ സോയിൽ ബൗണ്ടറി ആൻഡ് യു വിൽ ഗെറ്റ് അറേനിയസ് റിസൾട്ട്. സോ ദാറ്റ് ഈസ് വൈ യു മസ്റ്റ് ബി വെരി അവെയർ ഓഫ് ദിസ് ഐസോബാർ ആൻഡ് pressure bulb calculations. So that is a practical aspect of that. Also in field, also a lot of applications, not only software, in the field also you need these isobars to predict the stress developed at a point. Influence എവിടെ വരെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. So these are the standard shapes for which the isobar is already drawn and given. So directly from the chart you can just put the radius here in this figure. ഈ R0 ന്റെ വാല്യൂ കൊടുക്കുക. 2 മീറ്റർ 3 മീറ്റർ റേഡിയസ് ഉള്ള സർക്കുലർ ഫുട്ടിംഗ് ആണെങ്കിൽ എത്ര ആയിരിക്കും അതിന്റെ ഇൻഫ്ലുവൻസ് ഡയറക്റ്റ് ചാർട്ടിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇറ്റ്സ് ഓൾറെഡി ഗിവൺ ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്. അറോറയിലും BCPനിലും ഒക്കെ ഫിഗേഴ്സ് ഉണ്ട്. സിമിലർലി കമ്പാരിസൺ ഈസ് ഡൺ ബിറ്റ്വീൻ ദ പ്രഷർ ബൾബ് ഓർ ഐസോബാർ ഓഫ് സ്ക്വയർ ഫുട്ടിംഗ് വിത്ത് സ്ട്രിപ്പ് ഫുട്ടിംഗ്. അപ്പൊ സ്ക്വയർ ഫുട്ടിംഗ് നിങ്ങൾക്ക് അറിയാം, സ്ക്വയർ ഇൻഫ്ലുവൻസ്
negligible ആവുന്നത് almost 3 times the width. സ്ക്വയർ ഫുട്ടിന്റെ width 3 ഇരട്ടി കൂടുതലാവുമ്പോഴാണ് അതിന്റെ ഇൻഫ്ലുവൻസ് നെഗ്ലിജിബിൾ ആവുന്നത്, സീറോ ആവുന്നു ഓൾമോസ്റ്റ്. ഹിയർ യു ക്യാൻ സി. അതുപോലെ വിഡ്ത്ത് 1.5 ഇരട്ടി. സ്ക്വയർ ഫുട്ടിങ് ഇപ്പൊ സേ 2 മീറ്റർ ആണെങ്കിൽ 3 മീറ്ററിന്റെ അപ്പുറത്ത് അതിന്റെ ഇൻഫ്ലുവൻസ് നെഗ്ലിജിബിൾ ആവും. സിമിലർലി ഫോർ സ്ട്രിപ്പ് ഫുട്ടിങ്, സ്ട്രിപ്പ് ഫുട്ടിങ് വിഡ്ത്ത് സേ 1 മീറ്റർ, 5 മീറ്റർ താഴെ ആവുമ്പോഴത്തേക്കും അതിന്റെ ഇൻഫ്ലുവൻസ് നെഗ്ലിജിബിൾ ആവും. ഹിയർ യു ക്യാൻ സീ ഇൻ ദ ഫിഗർ. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് 2 മീറ്റർ 2.5 മീറ്റർ ഒക്കെ ആയിക്കഴിഞ്ഞാൽ വിഡ്ത്ത് വൈസ് സ്ട്രിപ്പ് ഫുട്ടിങ് ഇൻഫ്ലുവൻസ് സീറോ. സോ ദാറ്റ് ഇൻഫ്ലുവൻസ് സോൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഓരോ സ്ട്രെസ് ഇന്റൻസിറ്റിക്കും എത്രയാണ് ഇൻഫ്ലുവൻസ് സോൺ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് കേസ് ഈസ് വെർട്ടിക്കൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. സോ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഒരു പെർട്ടിക്കുലർ ഡെപ്ത് സെലക്ട് ചെയ്യുക. അപ്പൊ ഇവിടെ ഞാൻ സെലക്ട് ചെയ്ത ഡെപ്ത് എന്ന് പറഞ്ഞാൽ Z ഈക്വൽ ടു 2 മീറ്റർ ആണ്. 2 മീറ്റർ ഡെപ്തിൽ എത്രയാണ് സ്ട്രെസ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ വേരി ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പൊ കോമൺ സെൻസ് വെച്ചാൽ നമുക്ക് പറയാം സീറോ, അതായത് ആർ സീറോ, സ്മോൾ ആർ സീറോ, അല്ലെങ്കിൽ എക്സാക്ട്ലി അറ്റ് ദ സെന്റർ മാക്സിമം സ്ട്രെസ് വിൽ ബി ദർ. സോ ദാറ്റ് യു ക്യാൻ സി എക്സാക്ട്ലി അറ്റ് ദ സെന്റർ the stress is maximum. Now you keep on moving the R value, like from 0 to 0.51, 1.52, and 2.53, 3.54. Once you reach 4, it is like almost 0, 0.002. And already I told you the stress intensity will be symmetric. So even in the negative x direction or the positive x direction, the curve will come like this, a bowl, an inverted bowl you can see. So you can see here, with the increase in R, the vertical stress is decreasing, maximum at the center, and as you move towards the end, like once you move towards 4 meter, it is almost negligible. And again, if you move to 5, 4.5, 5, 5.5, it will keep on reducing. It's almost asymptote to y-axis, or it is zero there, almost zero. So this is how you can plot the vertical stress distribution on a horizontal plane. Next is vertical stress distribution on a vertical plane. Here what you do is you fix the R value. R is 1 meter. Radial distance or the horizontal distance is fixed 1 meter, and with varying depth, what is the stress? So you can see here maximum stress is observed at a depth of say 1.2 meter. You can see here it is 0.00. When it is 0.25, once you increase the depth, the maximum value is say at 1.5 meter. Exactly at 1.5 meter, you have the maximum value. Between 1 and 1.5, you have the maximum value always. So this is the critical zone. Between 1 and 1.5 meter is the critical zone. So now, in a books are problems. Book problems here. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. പ്രോബ്ലം പറയട്ടെ? ഹലോ, പറഞ്ഞു സാർ. സോ ദിസ് ഇസ് എ പ്രോബ്ലം. ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഓരോന്നേരം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോൾ ഡിഫിക്കൽട്ട് പ്രോബ്ലം ആദ്യം വരും, പിന്നെ സിമ്പിൾ പ്രോബ്ലം വരും. എന്തായാലും എല്ലാ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ അതിന്റെ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഫസ്റ്റ് ദിസ് ഇസ് എ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ. ഇത് 8 മാർക്കിന് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ച പ്രോബ്ലം ആണ്. ഇത് കുറെ പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇൻ ദ റിംഗ് ഫൗണ്ടേഷൻ ക്വസ്റ്റ്യൻ. So write down, a water tank is founded on a circular ring type of foundation. The ring is 2.5 meter width and its external diameter is 10 meter. Compute the vertical stress at 2.5 meter depth beneath the center of the foundation if pressure on the foundation is 100 kPa. So this is the question. You note down the question.
നോട്ട് ചെയ്തോ? ഹലോ സാർ കഴിഞ്ഞു. എഴുതി സാർ. അപ്പൊ ക്വസ്റ്റ്യനിൽ തന്നേക്കണം എന്താണ്? ഈ ഫിഗർ ക്വസ്റ്റ്യനിൽ ഇല്ല കേട്ടോ. ഫിഗർ നമ്മൾ വരയ്ക്കണം. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് ഇതാ മാത്രമാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഒരു റിംഗ് തന്നിട്ടുണ്ട്. റിങ്ങിന്റെ വിഡ്ത്ത് 2.5 മീറ്റർ ആണ്. ആ റിങ്ങിന്റെ എക്സ്റ്റേണൽ ഡയമീറ്റർ 10 മീറ്റർ ആണ്. അപ്പൊ അത് വെച്ച് നമ്മളൊരു റിംഗ് വരയ്ക്കാം. അപ്പൊ റിങ്ങിന്റെ എക്സ്റ്റേണൽ ഡയമീറ്റർ 10 എന്ന് പറയുമ്പോൾ ആ എൻ്റെ റിങ്ങിന്റെ ഔട്ടർ റേഡിയസ് എന്ന് പറയുന്നത് 5 മീറ്റർ ആയിരിക്കും അല്ലെ? ഔട്ടർ റേഡിയസ് ഇസ് 5 മീറ്റർ. റിങ്ങിന്റെ വിഡ്ത്ത് 2.5 മീറ്റർ ആണ്. അപ്പൊ ഇന്നർ റേഡിയസ് എത്രയായിരിക്കും? 3.5 മീറ്റർ. ഈ മൊത്തം റിങ്ങില് അപ്ലൈ ചെയ്യുന്ന ക്യൂ, ഇന്റൻസിറ്റി റിങ്ങില് ചുറ്റും അപ്ലൈ ചെയ്യുന്ന ക്യൂ ആണ് കേട്ടോ അത്. ഈ സെന്ററിൽ ഇല്ല, ഇത് ഹോളോ ആണ്, ഇവിടെ ഒന്നും ഇല്ല. അപ്പൊ ഈ റിങ്ങില് ഇവിടെ ബാക്ക് ഫിൽ ആയിരിക്കും, സോയിലായിരിക്കും ഇവിടെ. അപ്പൊ റിങ്ങില് ആക്ട് ചെയ്യുന്ന ക്യൂ എന്ന് പറയുന്നത് ഇന്റൻസിറ്റി 100 kPa ആയിരിക്കും. അപ്പൊ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് the ring is 2.5 meter. Compute the vertical stress at 2.5 meter depth beneath the center of the foundation. അപ്പൊ ഈ റിംഗ് ഫൗണ്ടേഷന്റെ 2.5 മീറ്റർ അടിയിൽ Z 2.5 മീറ്ററിൽ സെന്ററിലുള്ള സ്ട്രെസ് കണ്ടുപിടിക്കണം ഈ റിംഗ് ഫൗണ്ടേഷനിൽ. അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന ഈക്വേഷൻ, ഗവേണിംഗ് ഈക്വേഷൻ എന്ന് പറയുന്നത് സർക്കുലർ ലോഡഡ് ഈക്വേഷൻ ആണ്. ദാറ്റ് ഈസ് സിഗ്മ സെറ്റ് ഈസ് ഇക്വൽ ടു Q into 1 minus 1 by 1 plus R by Z the whole square the whole raised to 3/2. ഓക്കെ, Q നിങ്ങൾക്ക് അറിയാം, Z തന്നിട്ടുണ്ട്. So how will you find the sigma set of the ring? It is sigma set under 10 meter dia circular area minus sigma set under 7 meter dia circular area. നമുക്ക് തന്നേക്കുന്ന സോളിഡ് സർക്കുലർ ഏരിയയുടെ ഇക്വേഷൻ ആണ്. ഇവിടെ ഇപ്പൊ ഒരു റിങ്ങിന്റെ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ വലിയ സർക്കിളിൽ നിന്ന് ചെറിയ സർക്കിളിന്റെ സ്ട്രെസ് മൈനസ് ചെയ്യാം. അതാണ് ചെയ്തേക്കുന്നത്. സോ സിഗ്മ സെറ്റ് ഓഫ് ദ റിംഗ് സിഗ്മ സെറ്റ് അണ്ടർ 10 മീറ്റർ ഡയ സർക്കുലർ ഏരിയ മൈനസ് സിഗ്മ സെറ്റ് അണ്ടർ 7.5 മീറ്റർ ഡയ സർക്കുലർ ഏരിയ. എത്രയും ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടി പറയൂ. അതായത് ഇത്രയും എഴുതി കഴിഞ്ഞോ? ഈ സ്കെച്ച് വരച്ചിട്ട് ഇവിടം വരെ എഴുതാം. സാർ ആ സാർ ഈ എക്സ്റ്റേണൽ ഡയമീറ്റർ 10, ഈ ഇതിന്റെ വിട്ട് 2 അല്ലേ? അപ്പൊ ഈ 5 മൈനസ് 2.5 3 2.5 അല്ലേ? 5 മൈനസ് ഒരു മിനിറ്റ്, ഒരു മിസ്റ്റേക്ക് ആയിരിക്കും. 5 മീറ്റർ, ഒരു മിനിറ്റ്, 2.5 മീറ്റർ വിഡ്ത്ത്. അപ്പൊ 2.5 ഇത് 5, അപ്പൊ ഇത് 2.5, സോറി 3.5 അല്ല 2.5 ആണ് കേട്ടോ. ക്ലിയർ ആയില്ലേ? സാർ. ഇത് കണ്ടുപിടിച്ചിട്ട് ആൻസർ എത്രയാന്ന് പറയണേ. പിന്നെ ജസ്റ്റ് ഡയറക്റ്റ് കമ്പ്യൂട്ടേഷൻ ആണ്, ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
കാണുന്നുണ്ടോ സ്ക്രീൻ? ആ സാർ കാണുന്നുണ്ട്. ആൻസർ കിട്ടിയോ? ഞാൻ എഴുതിയ ആൻസർ തെറ്റായിരിക്കും. ഞാൻ കണ്ടുപിടിച്ചത് 3.75 വെച്ചിട്ട്. മീറ്ററിന്റെ 91 കിട്ടിയ? ഹലോ, കിട്ടി സാർ. 10 മീറ്ററിന് 91.05 കിട്ടിയ? കിട്ടി. അപ്പൊ പിന്നെ ഇതിന്റെ പറഞ്ഞ 5 മീറ്ററിന്റെ പറഞ്ഞ? മിനിറ്റ്. കിട്ടിയില്ലേ? എത്ര? 64.64 കിട്ടി. 54ഓ? ഫൈനൽ ആൻസർ. അല്ല, ഫൈനൽ ആൻസർ അല്ല. ഇതിന്റെ ചെറിയ സർക്കിളിന്റെ ചെറുതിന്റെ 35.35 അങ്ങനെയാണല്ലോ സാർ. സാർ എനിക്ക് 75.62 ആവുന്നത്. 75 ആണോ എല്ലാവർക്കും നോക്കുന്നത്? അച്ഛന് എത്ര കിട്ടിയ? എനിക്ക് 64. എനിക്ക് 64.64 ആണ് കിട്ടിയത്. ആണോ? എനിക്ക് അതാ കിട്ടിയത് 64. 64 ആണല്ലോ, അത് ഉറപ്പിക്കട്ടെ. 64. 64.6ഓ? 64.64. ഓക്കെ, ഇപ്പൊ ഫൈനൽ ആൻസർ എത്ര? 26ഓ? 25.5ഓ? എത്ര? 25.5 അല്ലേ? 26.41. 26.4. ഓക്കെ. ഇങ്ങനെ തന്നെയാണല്ലോ. 5 മീറ്റർ ഇറങ്ങി 2.5 മീറ്റർ വിഡ്ത്ത് ആൻഡ് 6 മീറ്റർ 10 മീറ്റർ. 2.5 മീറ്റർ റിങ്ങിന്റെ വിഡ്ത്ത്. ഇതെല്ലാരും ക്ലിയർ ആയിട്ട് നോക്കണം കേട്ടോ. ഈ പാർട്ട് കൺഫ്യൂസിംഗ് ആണ്. 10 മീറ്റർ ആൻഡ് എക്സ്റ്റേണൽ ഡയമീറ്റർ ആണ് റിങ്ങിന്റെ. അപ്പൊ 10 മീറ്റർ എക്സ്റ്റേണൽ ഡയമീറ്റർ, റിങ്ങിന്റെ വിഡ്ത്ത് വന്നിട്ടുണ്ട് 2.5 മീറ്റർ. അപ്പൊ ഈ റിങ് ആദ്യം ഇങ്ങനെ വരയ്ക്കാം. 10 മീറ്റർ എക്സ്റ്റേണൽ ഡയമീറ്റർ വന്നു. അപ്പൊ 2.5 മീറ്റർ വിഡ്ത്ത് ഇങ്ങനെ വന്നു. അപ്പൊ ഇന്റേണൽ സർക്കിളിന്റെ റേഡിയസ് എത്ര ആയിരിക്കും? രണ്ട് സൈഡിൽ 2.5 പോയി കഴിഞ്ഞാൽ അകത്ത് എത്ര വരും? 2, 2, 5. അപ്പൊ 5 മീറ്റർ ആയിരിക്കും ഇതിന്റെ ഡയമീറ്റർ ഇന്റീരിയർ സർക്കിളിന്റെ. അപ്പൊ അതിന്റെ റേഡിയസ് 2.5. 5 മീറ്ററിന്റെ ഇതിൽ നിന്ന് 2.5 മൈനസ് ചെയ്യുക. ഇതാണ് എന്റെ ഐഡിയ. എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? എല്ലാവർക്കും കിട്ടിയ ആൻസർ? ഹലോ,
ഹലോ. യെസ് സാർ. ആൻസർ എനിക്ക് സെയിം കിട്ടിയില്ല. അത് കുഴപ്പമില്ല, ഒന്നും കൂടി ക്രോസ് ചെക്ക് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടി നോക്കിക്കോ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട് സാർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതും യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചാണ്, 7 മാർക്ക് ക്വസ്റ്റ്യൻ ആണിത്. ആ 2 ക്വസ്റ്റ്യൻ ഒരുമിച്ച് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു 15 മാർക്കിന്റെ. So the rectangular footing of size 3 meter by 2 meter carries a uniform intensity of loading equal to 100 kPa. Determine the vertical stress at 5 meter depth below the midpoint of a short edge of the footing using the following data. അപ്പൊ ഈ ടേബിള് തരും കേട്ടോ, ഈ ഡാറ്റ ടേബിള് എമ്മും എന്നും. ജസ്റ്റ് എന്താണെന്നൊന്നും പറയൂല, അത് നിങ്ങൾ കണ്ടുപിടിക്കണം എങ്ങനെയാന്നുള്ളത്. ഇങ്ങനൊരു ടേബിള് തന്നിട്ടുണ്ടാവും. എം എൻ എമ്മിന് ഒരു 3 വാല്യൂ, എന്നൊരു 3 വാല്യൂ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐ ആണ് ഈ തന്നേക്കുന്നത്. അതൊന്നും അവർ പറഞ്ഞിട്ടില്ല, ഡാറ്റ എന്നേ തന്നിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് എൻ, ഐ എങ്ങനെ കിട്ടുമോ അതിൽ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ? ഈ ടേബിൾ എഴുതിയെടുത്തോ? സ്ക്രീൻ വിസിബിൾ ആണ് എല്ലാവർക്കും? യെസ് സാർ. കാണാം. നിങ്ങൾക്ക് നെറ്റ്വർക്കിന് സ്പീഡ് ഉണ്ടോ, അതോ ഇങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലും ലാഗ് വരുന്നുണ്ടോ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ? റെസ്പോണ്ട് ചെയ്യുമ്പോഴേ ഭയങ്കര ലാഗ് വരുന്നുണ്ടോ ചോദിച്ചു. അത് മൈക്രോഫോൺ ഓഫ് ആക്കി ഓക്കെ. Okay, so how will you find the stress at 5 meter? 5 meter താഴെ ഈ റെക്ടാങ്കുലർ ഫുട്ടിങ്ങിന്റെ 5 meter താഴെ ഷോർട്ട് എഡ്ജിന്റെ മിഡ് പോയിന്റിലുള്ള മിഡ് പോയിന്റിന്റെ 5 meter താഴെ, അതായത് ഇതിന്റെ ഷോർട്ട് എഡ്ജ് എന്ന് പറയുന്നത് 2 meter വിഡ്ത്ത് ആയിരിക്കും ഇതിന്റെ ഷോർട്ട് എഡ്ജ്. അപ്പൊ ഈ ബി ആയിരിക്കും അതിന്റെ ഷോർട്ട് എഡ്ജ് 2 meter. അപ്പൊ ആ മിഡ് പോയിന്റിന്റെ താഴെ 5 meterൽ എത്രയാണ് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതൊരു സ്റ്റാൻഡേർഡ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ല എപ്പോഴും കോർണറിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. സോ ഈ റെപ്രസെന്റേഷൻ ഒരു സ്റ്റാൻഡേർഡ് റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ അത് ഞാൻ പറഞ്ഞു എങ്ങനെ കണ്ടുപിടിക്കും. കോർണറിൽ വെർട്ടിക്കൽ സ്ട്രെസ് ഇസ് ഇക്വൽ ടു ക്യൂ ഇൻറ്റു ഐ. ക്യൂ ഈസ് ഗിവൺ 100 kPa. അപ്പൊ ഐ നിങ്ങൾ കണ്ടുപിടിക്കണം. നമ്മുടെ കേസ് എന്ന് പറഞ്ഞാൽ ഈ ബിയുടെ ഈ ഭാഗത്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, സെൻട്രൽ ഈ പോയിന്റിൽ. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ അതിന് നമ്മൾ ആദ്യം ആ റെക്ടാങ്കിളിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്യണം. 3 meter വിഡ്ത്ത് ഉണ്ട്, അതിനെ 1 meter ആയിട്ട് ഇങ്ങനെ നടുക്കുന്ന കട്ട് ചെയ്യുക. ഷോർട്ട് എഡ്ജിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് കട്ട് ചെയ്യുക ഇങ്ങനെ. ഈ പോയിന്റിലുള്ള സ്ട്രെസ്, ഈ പോയിന്റിന്റെ 5 meter താഴെയുള്ള സ്ട്രെസ് ആണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെ കണ്ടുപിടിക്കും?
സോ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ രണ്ട് റെക്ടാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്യും ഞാൻ. അപ്പൊ ആദ്യത്തെ റെക്ടാങ്കിളിലെ കോർണറും അടുത്ത റെക്ടാങ്കിളിലെ കോർണറും ഉള്ള സ്ട്രെസ്, ഈ രണ്ട് റെക്ടാങ്കിളിലെയും സ്ട്രെസ് നമ്മൾ ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ പോയിന്റിൽ ഈ ഷോർട്ട് എഡ്ജിന്റെ മിഡ് പോയിന്റിലുള്ള സ്ട്രെസ് കിട്ടും. അങ്ങനെ പല പല കേസസ് ആണ് ഈ റെക്ടാങ്കുലർ ഏരിയയിൽ വരുന്നത്. അപ്പൊ ഇത് അങ്ങനത്തെ ഒരു കേസാണ്. അപ്പൊ ഓവറോൾ ഏരിയ എന്ന് പറയുന്നത് ഇപ്പൊ ഈ റെക്ടാങ്കിൾ ഏരിയയും ഈ റെക്ടാങ്കിൾ ഏരിയയും സെയിം ആണ്. കാരണം ഇത് 3 മീറ്റർ വൈഡ് ഡിവൈഡ് ചെയ്തപ്പോൾ 1 മീറ്റർ 1 മീറ്റർ പകുതി പകുതി ഡിവൈഡ് ചെയ്ത്. അപ്പൊ രണ്ടിന്റെ ഏരിയ സെയിം ആയിരിക്കും, 3 മീറ്റർ സ്ക്വയർ 3 മീറ്റർ സ്ക്വയർ. സോ ഇതിന്റെ ഇൻഫ്ലുവൻസും സെയിം ആയിരിക്കും. IN1 = IN2. സോ യു ക്യാൻ റൈറ്റ് സിഗ്മ സെറ്റ് ഈസ് ഈക്വൽ ടു Q into IN1 plus IN2, as IN1 is equal to IN2, then sigma z P is equal to Q into 2 times IN1 or IN2. അപ്പൊ ഈ ഇൻഫ്ലുവൻസ് കണ്ടുപിടിക്കുക, അതിന് രണ്ടിരട്ടി എടുക്കുക, അതിനെ Q വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. Now how will you find the influence? So to find influence factor, you need to find small m and small n. അപ്പൊ small m ഉം small n എങ്ങനെ കണ്ടുപിടിക്കും? Small m is equal to capital L by small z. That is capital L എന്ന് പറഞ്ഞാൽ ആ റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്ന് പറഞ്ഞത് ഇത് ഇവിടെ 3 മീറ്റർ ആണ് ലെങ്ത്. അപ്പൊ 3 മീറ്റർ by depth 5. അപ്പൊ 3/5, that is m is equal to 0.6. Then small n, that is b by z, that is 1/5. ഈ റെക്ടാങ്കിളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ p is ഇതല്ല, ഇത് ഫുൾ റെക്ടാങ്കിൾ ആണ്. ഇപ്പൊ ഈ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ ബി എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും 1/5. സോ ദാറ്റ് ഇസ് 0.2. അപ്പൊ m 0.6 n 0.2. അപ്പൊ m 0.6 ഉം n 0.2നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ഫാക്ടർ നിങ്ങൾ ഈ ചാർട്ടിൽ നിന്ന് കണ്ടുപിടിക്കണം. അത് എത്രയായിരിക്കും? m 0.6 ഇതാണ്, n 0.2 ഇത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 0.0435 ആയിരിക്കും. കിട്ടിയോ എല്ലാവർക്കും? ചാർട്ട് നോക്കുന്നുണ്ടോ? ഇൻഫ്ലുവൻസ് കറസ്പോണ്ടിങ് ടു m 0.6 and n 0.2 is 0.0435. Now substitute the value in this equation. Sigma z at p is equal to Q into 2 into 0.0435. So we'll get the value as 8.7 kPa. ചെയ്ത് നോക്കിയിട്ട് ആൻസർ കിട്ടുന്നുണ്ടോന്ന് പറ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിൻ്റെ അകത്ത്? ഹലോ, കുഴപ്പമില്ല സാർ. എല്ലാവർക്കും ക്ലിയർ ആയോ? പ്രീവിയസ് സ്ലൈഡ് ഒന്ന് എടുക്കുമോ സാർ? ആൻസർ കിട്ടിയാ? കിട്ടി സാർ.
എത്ര 8.7 ആണോ? അതെ. എല്ലാവർക്കും കിട്ടിയോ?